20,000 rupees-നകത്ത് നല്ലൊരു ഗെയിമിംഗ് ഫോണാണ് iQ Z9 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർമൽ യൂസറിന് പറ്റിയൊരു ഫോണാണ് നമ്മുടെ ലാവേര ബ്ലേസ് കർവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ബ്ലേസ് കർവ് നോക്കുകയാണെങ്കിൽ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഒരു നോർമൽ ഫോണാണ്, നോർമൽ യൂസറിന് വേണ്ടിയുള്ളതാണ്. ഇത് രണ്ടിലും നോക്കുകയാണെങ്കിൽ ക്യാമറ പെർഫോമൻസ് വളരെ മോശമാണ്. അങ്ങനെ ക്യാമറ പെർഫോമൻസ് നല്ലൊരു ഫോൺ ഏതുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റിയ മോഡലാണ് റിയൽമിയുടെ 12+ എന്ന് പറയുന്നത്. ഈ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണിയാണ്. 20,000 rupees-ന് നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ആണ്, ഇത് വെച്ചിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത്. പിന്നെ പല ആൾക്കാരും വന്ന് പറയുന്നുണ്ട് എന്തിനാണ് ഫോൺ ഇല്ലാതെ റിവ്യൂ ചെയ്യുന്നതെന്ന്. ഞാൻ ഇവിടെ ഒരിടത്തും റിവ്യൂ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് എൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ച് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഇൻ ഹാൻഡ് ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിങ്ങനെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബോക്സി ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ കിട്ടണം. കാരണം റിയൽമിയുടെ ബാക്കിയുള്ള ഡിവൈസ് പോലെയൊക്കെ തന്നെ ഇതും ഫീൽ ചെയ്യും. പിന്നെ ബാക്കിൽ വീഗൻ ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിയൽമി 12 നോക്കുകയാണെങ്കിൽ അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്. ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വീഗൻ ലെതർ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു 2,000 rupees-ന്റെ ഡിഫറൻസ് മാത്രമേ നമ്മുടെ റിയൽമി 12 ആയിട്ട് വരുന്നുള്ളൂ. എന്നാൽ വീഗൻ ലെതറിൻ്റെ ബാക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ഫീലും കാര്യങ്ങളും കിട്ടും. ഇതേ സെയിം വീഗൻ ലെതറാണ് അവർ കുറച്ചുകൂടെ ഹയർ എൻഡ് ആയിട്ടുള്ള റിയൽമി 12 Pro ആയാലും Pro Plus-ലൊക്കെ വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോണിൽ നല്ല ഇൻ ഹാൻഡ് ഫീൽ കിട്ടണം. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രേറ്റ് ആയിട്ടുള്ള പാനലാണ് കൊടുത്തിട്ടുള്ളത്. AMOLED ഡിസ്പ്ലേ ആണ്, 120 Hz സപ്പോർട്ട് ഉണ്ട്. സ്ട്രേറ്റ് പാനൽ ആയതുകൊണ്ട് തന്നെ ടെമ്പർഡ് ഗ്ലാസ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും. നമ്മുടെ ലാവേര ബ്ലേസ് കർവ് നോക്കുകയാണെങ്കിൽ അതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് റിയൽമിയിൽ സ്ട്രേറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ കിട്ടും. പിന്നെ ലാവേര വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ 18,000 rupees-നകത്ത് കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാലും മതിയാവും. അത് നോക്കുകയാണെങ്കിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ്, ഗ്ലാസ് പാക്ക് ആണ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് അതിനും ഉണ്ട്. ബട്ട് ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല വീഗൻ ലെതർ ബാക്കും ഉണ്ട്, സ്ട്രേറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രേറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വേണമെങ്കിൽ ഈ ഒരു ഫോൺ ആയിരിക്കണം ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡിസ്പ്ലേ ആണ്. വേറെ കംപ്ലയിൻസ് ഒന്നും ഡിസ്പ്ലേ സൈഡിൽ പറയാനല്ല. ബെസൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബെസൽസും കാര്യങ്ങളൊക്കെ കുറവാണ് ഫോർ ദ പ്രൈസ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബെസൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കുറവാണ്. നല്ല വ്യൂയിങ് ആംഗിളും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം AMOLED ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ പറ്റി ഇനി എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 5000 mAh ബാറ്ററിയും 67 watts ഫാസ്റ്റ് ചാർജറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 5000 mAh ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്ന് വിശ്വസിക്കാം. അതുപോലെ തന്നെ 67 watts ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം അരമണിക്കൂറിലൊക്കെ ഫുൾ ചാർജായി കിട്ടണം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ട്, ബാറ്ററി എത്ര നേരം നിൽക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 2-3 ആഴ്ചയും കൂടെ വെയിറ്റ് ചെയ്താൽ പ്രോപ്പർ റിവ്യൂസും കാര്യങ്ങളൊക്കെ മിക്ക ചാനൽസിൽ അപ്ലോഡ് ചെയ്യും. എന്തായാലും ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്ന മുമ്പേ ഒരു 5 റിവ്യൂ എങ്കിലും മസ്റ്റായിട്ട് കണ്ടിരിക്കുക. കാരണം ഓരോ യൂസറിനും ഓരോ ഡിഫറൻറ്റ് രീതിയിലായിരിക്കും അവരുടെ സ്മാർട്ട് ഫോൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കും അവർ വന്ന് പറയുന്നത്. അപ്പോൾ 5 വീഡിയോകൾ മിനിമം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനാണ് ഞാൻ പറയുന്നത് 5 വീഡിയോകൾ മിനിമം കണ്ടിട്ട് മാത്രം ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുക. എന്തായാലും 5000 mAh ബാറ്ററിയും 67 watts കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം പ്രതീക്ഷയുണ്ട് ഈ ഒരു ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ്. പിന്നെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ Dimensity 7050 ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഭയങ്കര അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് ഒക്കെ വേണമെങ്കിൽ iQന്റെ Z9 നോക്കേണ്ടി വരും. ആ ഒരു ഫോണിനെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ നോക്കിയാൽ മതി. അപ്പോൾ അതും അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് iQ Z9 ഗെയിമിങ്ങിനാണെങ്കിൽ. ബട്ട് ഈ ഒരു ഫോണിന്റെ മെയിൻ ഒരു USP എന്ന് പറയുന്നത് ഇതിന്റെ പെർഫോമൻസ് അല്ല. ഇതിന്റെ പെർഫോമൻസ് ഒരു മീഡിയം ലെവൽ പെർഫോമൻസ് ആണ്. ഇതേ സെയിം ചിപ്സെറ്റ് നമ്മുടെ ലാവേര ബ്ലേസ് കർവിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു ആവറേജ് പെർഫോമൻസ് ഒക്കെ തരും. ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു മീഡിയം ലെവൽ പെർഫോമൻസ് ഒക്കെ കിട്ടും. ആപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ആപ്പ് ക്ലോസിംഗ് ആണെങ്കിലും നമ്മുടെ നോർമൽ ടാസ്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി വളരെ സ്മൂത്ത് ആയിരിക്കും. എന്നാൽ വലിയ രീതിയിലുള്ള ഗെയിമിങ്ങോ ഹെവി ടാസ്കൊക്കെ ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഒരു സ്ട്രഗിൾ ചെയ്യുന്നതായിരിക്കും. ബട്ട് നോർമൽ ടാസ്കുകൾക്ക് ഇതിന് വലിയ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഈ ഒരു ഫോണിന്റെ മെയിൻ ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ചിപ്സെറ്റോ ഡിസ്പ്ലേയോ അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പോ ഒന്നുമല്ല, ഇതിന്റെ ക്യാമറാസ് ആണ്. ക്യാമറാസ് കിടിലം പെർഫോമൻസ് ആണ്. ഇതുവരെ ഇറങ്ങിയ പല ഇമേജസ് ഞാൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി പെർഫോമൻസ് ക്യാമറ സൈഡിൽ നിന്ന് കിട്ടും, നിങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, പല റിവ്യൂസും കണ്ടിട്ട് മാത്രം ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ക്യാമറ എന്തായാലും ഇതുവരെ കണ്ടെടുത്തോളം അടിപൊളി പെർഫോമൻസ് ആണ്. നമ്മുടെ ചാനലിനെ പോലെ തന്നെ അടിപൊളി പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ 50 MP മെയിൻ സെൻസർ, 8 MP അൾട്രാ വൈഡ്, പിന്നെ 2 MP ഒരു സെൻസറോടെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് മാറ്റി നിർത്താം. എന്തായാലും 50 കൊടുത്തിട്ടുണ്ട്, ഒരു 8 കൊടുത്തിട്ടുണ്ട്. 3 ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. ആ ഒരു 50 MP അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. ക്യാമറ പെർഫോമൻസിന് വലിയ കംപ്ലയിൻസ് ഒന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക സ്മാർട്ട് ഫോൺസിലും 8 MP അൾട്രാ വൈഡ് ഒന്നും കൊടുക്കാറില്ല.
മെയിൻലി 2 ക്യാമറാസ് വെച്ച് അങ്ങ് ഒതുക്കാറുണ്ട്. ഒരു 50 മെഗാ പിക്സലോ ഒരു 64 മെഗാ പിക്സലോ വെച്ചിട്ട് ഒരു 2 മെഗാ പിക്സലിൻ്റെ ഡെപ്തോ മാക്രോ അങ്ങനെ വെച്ച് വിടാറാണ് പതിവായിട്ടുള്ളത്. ബട്ട് ഇവിടെ ട്രിപ്പിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 സെൻസേഴ്സും യൂസ്ഫുൾ ആണ്. ആ 2 സെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൽ നിന്ന് അടിപൊളി റിസൾട്ട് കിട്ടും. നല്ല സെൻസറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ബാക്കിയുള്ള ഫോൺസിൻ്റെ സെൻസേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഫാർ ബെറ്റർ പെർഫോമൻസ് തരും. അതുപോലെ തന്നെയാണ് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ആണ്. ബാക്കിയുള്ള റിയൽമി ഫോൺസിലൊക്കെ കിട്ടുന്ന സെയിം അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പോൾ അതിൽ നിന്ന് വലുതായിട്ടൊന്നും പറയാനില്ല. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിലും വളരെ ആവറേജ് ആണ്. കാരണം നോർമലി റിയൽമി ഫോൺസിലൊക്കെ വരുന്ന 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ഷൂട്ടറാണ്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഫോട്ടോസൊക്കെ എടുക്കാം. കാര്യം നടന്നു പോകണേണ്. ബട്ട് ബാക്കിലെ മെയിൻ ക്യാമറ അത്യാവശ്യം കിടിലം പെർഫോമൻസ് എന്തായാലും ഓഫർ ചെയ്യും. പിന്നെ ഒരു ഫോണിൽ മെയിൻ 8GB റാമാണ് വരുന്നത്. 8GB റാം വേരിയൻസ് ആണ് കംപ്ലീറ്റ്ലി വരുന്നത്. 8GB റാമും 128 ഉണ്ട്, 256 ഉണ്ട്. 128ൻ്റെ പ്രൈസ് 20,000 ആണ്. അപ്പോൾ 256 നോക്കുകയാണെങ്കിൽ കുറച്ച് അതിൻ്റെ പ്രൈസ് മേലോട്ട് പോകുന്നതാണ്. 20,000 റുപ്പീസിനകത്ത് നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 8GB റാമിൻ്റെയും 128GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് എടുക്കണം. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണിയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ പറയാനാണെങ്കിൽ ഈ ഒരു ഫോണിൽ നോക്കുകയാണെങ്കിൽ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ എടുത്തിട്ടുള്ള ഒരു മെയിൻ പ്രശ്നമാണ്. ബട്ട് അത് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. ബട്ട് ഇതിൽ സോഫ്റ്റ്വെയറിൽ ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ് ഉണ്ട്. ആൻഡ്രോയിഡ് 14 വരുന്ന റിയൽമി UI ആണ്. അതിൽ ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിരിക്കുക. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കത്തില്ല. ബട്ട് സ്റ്റിൽ നല്ലൊരു ഫോൺ നോക്കുന്നുണ്ട്. ക്യാമറ പെർഫോമൻസ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ റിയൽമിയുടെ 12+ അത്യാവശ്യം നല്ല ഡിവൈസ് തന്നെയാണ്. തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസോടെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഫോൺ വാസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.